കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖങ്ങളായ ജോസഫ് മുണ്ടശ്ശേരിയും VM സുധീരനും നിയമസഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് മണലൂർ. LDFിലെ മുരളി പെരുന്നെല്ലിയാണ് സിറ്റിംഗ് MLA. LDF സ്ഥാനാർത്ഥികളായി 2 പേരെയാണ് CPM പ്രധാനമായും ഇത്തവണ പരിഗണിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസിനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സാമുദായിക സമവാക്യങ്ങളും ഹരിദാസിന് അനുകൂല ഘടകമാണ്. ദീർഘകാലം CPM മണലൂർ ഏരിയ സെക്രട്ടറിയായും ഹരിദാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടാമതായി LDF പരിഗണിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനെയാണ്. കേരളത്തിലെ ഏത് മണ്ഡലത്തിലും മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് C രവീന്ദ്രനാഥ്. ഈ 2 പേരിൽ ഒരാൾ മണലൂരിൽ LDF സ്ഥാനാർത്ഥിയാകും. UDF പ്രധാനമായും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് മുൻ MPയും MLAയുമായ TN പ്രതാപനെയാണ്. അദ്ദേഹം മണലൂരിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറേണ്ടി വന്ന പ്രതാപന് അന്ന് ഹൈക്കമാൻഡ് കൊടുത്ത ഒരു ഓഫറാണ് ഈ നിയമസഭാ സീറ്റ്. മുൻ തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ പേരും കോൺഗ്രസ് പരിഗണനാ പട്ടികയിലുണ്ട്. BJP സ്ഥാനാർത്ഥിയായി ഉല്ലാസ് ബാബു, AN രാധാകൃഷ്ണൻ എന്നീ പേരുകളും പരിഗണിക്കപ്പെടുന്നു. സിറ്റിംഗ് MLA മുരളി പെരുന്നെല്ലി പ്രായാധിക്യം മൂലം ഇനി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചേക്കില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ LDFിനാണ് ഇത്തവണ ലീഡ്. സ്ഥാനാർത്ഥിയാവില്ലെങ്കിലും VM സുധീരനായിരിക്കും മണലൂരിൽ UDF പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ മണലൂർ. കാത്തിരിക്കാം മണലൂരിൻ്റെ തീ പാറുന്ന മത്സരത്തിനായി.